ഹായ് കൂട്ടുകാരെ, ഷാൻഡീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ കുറേ ചെടികൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് നമുക്ക് റെഡ് പിനാക്കി റോസാണ്. ഇതിൻ്റെ കമ്പ് കുത്തി നമുക്ക് പിടിപ്പിക്കാം, ഇതിൻ്റെ അരിയിട്ട് കിളിപ്പിക്കാം. നമുക്ക് പൂ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ അരി ഉണ്ടാവും, അതിട്ടും പിടിപ്പിക്കാം. അപ്പോൾ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന റോസാണ്. നമുക്ക് പണ്ട് ഇവിടെ റോസുകളുടെ ഒരു വമ്പിച്ച കളക്ഷൻ തന്നെ ഉണ്ടായി. അപ്പം ഈ റോസിൻ്റെ വലിയ കട്ടിയുണ്ട്, ചെറിയ കവറുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നല്ല പഞ്ചായിട്ട് നിറയെ ഫ്ലവർ വരുന്നൊരു റോസാണിത്. ഓറഞ്ച് കളറാണിത്, കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇതിൻ്റെ നോർമൽ തൈകളുണ്ട്, ഇത്ര വലിയ ചട്ടിയിലുള്ള ചെടിയുണ്ട് കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, കളർഫുള്ളാക്കാമല്ലോ നമുക്കിടാൻ ഗാർഡൻ. അടുത്തൊരു റോസാണ്, വൈറ്റ് കളറില്ല. ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാമായിരിക്കുമല്ലോ, നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്ന റോസാണ്. അപ്പോൾ ഇതിൻ്റെയും ചെറുതും വലുതുമായ തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് കണ്ടോ, ഇത് ഡാലിയാണ്, മിനിയേച്ചർ ഡാലിയാണ്. നല്ല വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ 6 വെറൈറ്റി നമ്മൾക്കുണ്ട്. നല്ല അടിപൊളി കളറാണ് കണ്ടോ. അപ്പോൾ വേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഇത് ജെറേനിയമാണ്. ഇതിൻ്റെ പൂവ് നമുക്ക് എത്ര കണ്ടാലും മതിയാകാത്ത പോലത്തെ ഒരു ചെടിയാണ് ജെറേനിയം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒത്തിരി കളറും ജെറേനിയം നമുക്കുണ്ട്. ഇത് മിനിയേച്ചറും ഇതിൻ്റെ വലുതും എല്ലാം ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇത് ചെറുപറയാണ്. ഒരു പോട്ടിൽ തന്നെ 2-3 തൈ വീതമാണ് ഇതിനുള്ളത്. ഇതെന്താ മുട്ടായി പൂവായിക്കണം. ഇതിൻ്റെ ഒരു 4 വെറൈറ്റി, കുറച്ചധികം പ്ലാന്റ്സ് നമുക്ക് ഇതിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് കലാഞ്ചിയാണ്, ഇല മുളിച്ചെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കലാഞ്ചിയ പ്ലാന്റിൻ്റെ ഇല കുത്തിയാൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കലാഞ്ചിയുടെ 2-3 വെറൈറ്റി നമുക്കുണ്ട്, 4 എണ്ണം. അപ്പം അതും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് ഹോയ സിറ്റി. ഇത് ക്രിസ്മസ് ചെടി എന്നും പറയും ഇതിന്. ഇതിൻ്റെ ഒരു 3 കളർ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഇത് 6 മാസക്കാലം ആയിരിക്കും എപ്പോഴും ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന. അത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മങ്ങും, അതുകൂടി പറയാമല്ലോ. അപ്പോൾ ഇത് വേണ്ടവരും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഇത് ചൈന ടോളാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാനും വീടിൻ്റെ പുറത്ത് വയ്ക്കാനും ഒക്കെ ഉപകരിക്കുന്ന നല്ല ഭംഗിയുള്ള ചൈന ടോളിൻ്റെ ചെറിയ തൈയാണ്. ഇതിൻ്റെ ചെറുത് മാത്രമല്ല വലുതൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. കുറഞ്ഞ റേറ്റിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ബോഗൻവില്ല നിങ്ങൾക്കറിയാമല്ലോ, ഫ്ലവർ ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒത്തിരി തൈകൾ നമുക്കുണ്ട്. ഈ ഗാർഡൻ മുഴുവനും ബോഗൻവില്ലയാണ്. ഇത്രയുള്ള തൈകൾ ഒത്തിരി ഉണ്ട്. കോണ്ടാക്ട് ചെയ്താൽ ഓരോ കളർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തരാം കേട്ടോ. ഇത് അഗ്ലോണിമയാണ്. ഇത് 30 രൂപയാണ് ഇതിൻ്റെ വില. നമുക്ക് അഗ്ലോണിമ ഹൈ റേഞ്ചിലുള്ളതുകൊണ്ട് പിന്നെ കുറഞ്ഞ രീതിയിലുള്ള അഗ്ലോണിമാസ് ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ അഗ്ലോണിമ ലെഗസിയാണിത്. ഇതിന് 150 ഉള്ളേ. കുറച്ചധികം തൈകളുണ്ട് നമുക്കിതിൻ്റെ. അഗ്ലോണിമയുടെ എമറാൾഡ് വെറൈറ്റിയാണിത്. ഇതും 150 ഒക്കെ ഉള്ളത്. ചെറിയ തൈക്ക് ചെറിയ വിലയുണ്ട്, വലിയ തൈക്ക് ശകലവും കൂടി 150. ഇത് അഗ്ലോണിമയുടെ ലിഫ്റ്റിക് വെറൈറ്റി. ലിഫ്റ്റിക്കിൻ്റെ ഓറഞ്ച് തൈയാണ്. ഇതും വളരെ കുറഞ്ഞ നിരക്കിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 150 ഉണ്ട്. കുറഞ്ഞ വിലക്കുള്ള തൈ ഇതിൻ്റെ ചെറുതുണ്ട്, 60 രൂപ വിലയ്ക്ക്. ഇത് കലാത്തിയാണ്. ഇതും ഒരു റോസ് കളറിലെ പൂവ് ഉണ്ടാകും. ഇതിൻ്റെ കുറച്ച് സ്റ്റോക്ക് കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. 150 ആണ് കേട്ടോ ഇതിൻ്റെ വില. നല്ല ഭംഗിയുള്ള ഈ ഇലകളുടെ അടിയിൽ ഒരു കളറ്,
മുകളിൽ വേറൊരു കളറാണ്. ഇത് ബിഗോണിയയുടെ നല്ലൊരു വെറൈറ്റിയാണ്. 150 മാത്രമാണ് നമ്മളിതിന് ഇത് നിങ്ങൾക്ക് തരുന്നത്. ഇത് കുറച്ചധികം സ്റ്റോക്ക് ഉണ്ട്, ആർക്ക് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ബിഗോണിയാണ്, ഇതിനും 150 ആണ് കേട്ടോ. ഇത് നമുക്ക് ഇച്ചിരി കൂടുതലുണ്ട്. ഈ ബിഗോണിയെ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് കുറച്ചധികം, 150 തന്നെയാണ്. നല്ല ഫ്ലവറും നല്ല ഭംഗിയുള്ള ഇലയുമാണ്. ഇത് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു തരം ബിഗോണിയാണ്. ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ യെല്ലോ കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട്. പിന്നെ ഇത് പോട്ടോടിയുള്ള ചെടി നമ്മൾക്കുണ്ട്. ഇതിൻ്റെയും കട്ടിങ്സും ഫുള്ളായിട്ടുള്ളതും ഉണ്ട് കേട്ടോ നമുക്ക്. ഇതും ബിഗോണിയ വിഭാഗത്തിൽപ്പെട്ടാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറും നല്ല ഭംഗിയുള്ള ഇലകളുമാണ്. ഇത് ക്യാസ്ക്ലോയാണ്. ക്യാസ്ക്ലോൻ്റെ 40 രൂപ വില പ്രകാരമുള്ള കുറേ അധികം തൈകൾ നമുക്കുണ്ട് കേട്ടോ. ക്യാസ്ക്ലോ നിങ്ങൾക്കറിയാമല്ല, ഒരു വീട് മുഴുവനും മഞ്ഞ കളറില ഫ്ലവർ തരുന്നത് ചെടിയാണ്. വലിയ കെയർ വേണ്ട. ഇത് പിടിച്ച് കയറും. ഹാങ്ങിങ് ആയിട്ടും വെട്ടി നിർത്താനും ഒക്കെ പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ക്യാസ്ക്ലോയുടെ കുറ്റിയായിട്ട് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇത്രയും ചെടികളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ ഒത്തിരി ചെടികളുണ്ട്. നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഓരോന്നും കാണിച്ചു തരും. കുറഞ്ഞ റേറ്റിൽ ഒത്തിരി അധികം അനേക ചെടികൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യണം. എൻ്റെ സ്ഥലം എഴുമറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കൊറ്റംകുടി എന്നും പറയും. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ കൊറ്റംകുടിയിൽ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് സ്ഥലം പറഞ്ഞു തരാം. ഓക്കെ, ഹായ്.